ശുദ്ധി കലശം ഇന്ന് തന്നെ തീരില്ലേ? ആ, ഇക്കുറി കലശം എന്താൻ ആർക്കാ നോമ്പ്? നമ്മുടെ നമ്പീശനാ വ്രതമൊക്കെ തുടങ്ങി. ഓ, ആ കൂത്തുകാരും പാട്ടുകാരും ഒക്കെ റിഹേഴ്സലൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അല്ല, ആളിങ്ങി എത്തിയല്ലോ. എങ്ങോട്ടാ? പച്ചപ്പൊട്ട്. പച്ചപ്പൊട്ടോ? അശ്വതിക്ക് പച്ചപ്പൊട്ട് വേണമെന്ന് പറഞ്ഞു. ഇട്ടുപോട്ടെ. അയ്യോ, എടോ, വാവ് അടുക്കാറായിന്ന് തോന്നുന്നുണ്ട്. എന്താ മനസ്സിൽ വിചാരിച്ചിരിക്കണേ? എന്താ പച്ചപ്പൊട്ട് വേണം പച്ചപ്പൊട്ട് വേണമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ മനസ്സിൽ കരുതിയതാ എന്തോ പ്രശ്നമുണ്ടെന്ന്. ഒടയോടത്തൂടി പഠിക്കാനാണെന്ന് പറഞ്ഞു പ്രേമിക്കായി വീട്ടിൽ ചോദിക്കാനും പൊട്ട് തന്നിട്ടേ പോവുള്ളൂ കേട്ടോ. ഇപ്പൊ വരാം. അശ്വതി തെളിമേ അകത്തേക്ക് വന്നോട്ടെ. എനിക്ക് പേടിയൊന്നുമില്ല കേട്ടോ. ഇവിടെ ഇരുന്നോട്ടെ. ഒരു പൊട്ട് തൊട്ടുതരാട്ടോ. ശങ്കര, മാധവൻകുട്ടി, ഒരെണ്ണത്തിനും വിളിച്ചാ കാണില്ല അത്യാവശ്യ സമയത്തിന്. ഇദ്ദേഹം ഒന്ന് സമാധാനമായിട്ട് ഇരുന്നട്ടെ. 4 ഭാഗത്തേക്ക് ഞാൻ ആളിനെ വിട്ടിട്ടുണ്ട്. അസത്തെ, നിന്റെ മേലൊക്കെ തെരുവില് തറവാട്ടി കയറി കളിച്ചാലുണ്ടല്ലോ നിന്റെ കാലിന്റെ മുട്ടിയാൻ തല്ലി ഓടിക്കും പറഞ്ഞേക്കാം.
അശ്വതി ബാലേന്ദ്രന്റെ മുറപ്പെണ്ണ്. അവർ തമ്മിൽ സ്നേഹവുമാണ്. ഇത് രണ്ടും മാധവൻകുട്ടിക്ക് നിഷേധിക്കാൻ പറ്റുമോ? എന്ന് വെച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതെങ്ങനെയാ നടക്കുക? മാധവൻകുട്ടി സ്നേഹിച്ചു പോയതിന്റെ ദുരന്ത കഥയൊന്ന് തറവാട്ടിൽ തന്നെ ചങ്ങലയിൽ കിടക്കല്ലേ ശ്രീദേവി ഇളയമ്മ? എന്റെ കാര്യം വിടുക. വിചാരിക്കുന്നുണ്ടോ ഈ ഒരു ബന്ധത്തിനായി ഇത്രയും കാലത്തെ കുടിപ്പകയൊക്കെ അങ്ങോട്ട് തീരുമെന്ന്? കുടിപ്പക പോറ്റി ആർക്കാദ്യം പ്രസാദം കൊടുക്കണം, പോസ്റ്റ്മാൻ ഏത് തറവാട്ടിൽ ആദ്യം കത്തിടണം എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കാൻ വേണ്ടി വലിയ കാര്യങ്ങൾ എത്രയോ വേറെ കിടക്കുന്നു. അതിനെക്കുറിച്ച് ആർക്കും അന്വേഷിക്കണ്ട. ക്ഷേത്രക്കുളത്തിൽ നിന്ന് ഒരു അസ്ഥികൂടം കിട്ടി. ആരുടെ? മാധവൻകുട്ടി അന്വേഷിച്ചോ? ബാലേന്ദ്രനോ? അതിപ്പോ അത്രയ്ക്കൊന്നും കാര്യമായിട്ടെടുക്കണ്ടെന്നാ അമ്മാമ പറയണത്. പുല്ലെറുക്കാൻ വന്നവന്റെയും മൊന്ത മോട്ടിക്കാൻ വന്നവന്റെയും തലയ്ക്ക് വെച്ച് ഒരുതരം പഞ്ചതന്ത്ര കഥയുണ്ടാക്കി ചിലരൊക്കെ പറഞ്ഞു കേട്ടു. അതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. അത്രയെങ്കിലും തോന്നി തുടങ്ങിയത് നന്ന്. ജയദേവട്ടൻ പറയണത് കേട്ടിട്ട് എന്തൊക്കെയോ അറിയാവുന്ന പോലാണല്ലോ. കുറെയൊക്കെ അറിയാം, ചിലതൊക്കെ ഊഹാണ്. തെളിയും. അങ്ങൊന്നും കൊണ്ടും വിഷമിക്കണ്ട. കഥ പറയാൻ വന്ന ചെക്കൻ പറഞ്ഞിട്ട് വന്ന വഴിക്കങ്ങ് പോകും. അധികം വിളയാന്ന് വെച്ചാ ആളില്ലേ നമുക്ക്? കഥാപ്രസംഗക്കാരനല്ല, ആ നൃത്തക്കാരിയും സംഘവുമാണ് ഇപ്പോൾ എന്റെ പ്രശ്നം. എത്ര പേരുണ്ട് അവരുടെ സംഘത്തിൽ? 6. ആ പെണ്ണിനെയും കുട്ടി 6 പേരാ. പക്ഷെ 5 പേരിലേ പുറത്ത് കണ്ടിട്ടുള്ളൂ. 6ാമത്തെ ആൾ ആ പെണ്ണിന്റെ തള്ളയാ. എത്ര പ്രായം വരും? ഒരിക്കൽ അകലെ കൂട്ടി ഒന്ന് കണ്ടതാ. ഒരു 10-55 വയസ്സ് പ്രായം കണ്ടേക്കും. പുറത്തൊന്നും അവരങ്ങനെ വരാറില്ല അല്ലേ? ശ്രദ്ധിച്ചോളുക, ചില സാന്നിധ്യങ്ങൾ അർത്ഥവത്താണെന്ന് വരാം, പ്രത്യേകിച്ച് നമ്മുടെ കാര്യത്തിൽ. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി അല്ലേ? നന്നായി. ഇനിയിപ്പോ ശങ്കയൊന്നുമില്ലാതെ ഉത്സവത്തിന്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. മീനമൊന്നിന് കലശമെഴുന്നള്ളിപ്പ്, 3-ാം നാൾ കൊടിയേറ്റം. ചടങ്ങുകളൊക്കെ ആചാരമുറപ്രകാരം തന്നെ വേണം. എന്തൊരു വിചിത്രമായ ആചാരങ്ങളൊക്കെ ഇവിടെ. എന്തായി കലശെഴുന്നള്ളിപ്പ്? ദേവിയെ ആവാഹിച്ച കലശം ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്നത് മേലേടത്ത് ഉത്സവത്തിലെ ഏറ്റവും പ്രധാന ചടങ്ങ്. നവധാന്യങ്ങൾ നിറച്ച കലശം വ്രതം നോറ്റയാൾ മേലേടത്ത് തറവാട്ടിലെ തെക്കതിൽ നിന്ന് ഏറ്റുവാങ്ങും. പിന്നത് തലയിലേന്തി ദേശം ചുറ്റി എഴുന്നള്ളി. ഓരോ തറവാട്ടിലെയും ഏറ്റവും മൂത്ത ഇളമുറക്കാരി കലശത്തെ വരവേൽക്കണമെന്ന്. കലശം ദേവി സന്നിധിയിലെത്തി 3-ാം ദിവസം ഉത്സവം. കലാപരിപാടി നടത്താൻ പറഞ്ഞവരെന്തിനാ എഴുന്നള്ളത്തിന്റെ പുറകെ നടക്കണേ? അതും ഒരു ചടങ്ങാണ്. ദേവിയുടെ മുന്നിൽ കലാപരിപാടി അവതരിപ്പിക്കാൻ വരുന്നവര് കലശത്തോടൊപ്പം നാട് പ്രദക്ഷിണം വയ്ക്കും. ഓരോരോ വിശ്വാസങ്ങൾ. ഓഹോ, അപ്പൊ നമുക്ക് വഴിനീള കഥാകഥനം നടത്താലോ അല്ലേ? അയ്യേ, അതെങ്ങനെയാ സാധിക്കുക? കലശത്തോടൊപ്പം നടക്കുക, അത്ര. എവിടെയൊക്കെ തിരക്കി. രാത്രിയിൽ മഠത്തിലോട്ടൊന്നും ചെല്ലണമെന്ന് പറഞ്ഞു തിരുമേനി. ശരിയപ്പോ യോ, എന്നാ ഞാൻ പോട്ടെ. ഏയ്, എനിക്ക് ഇയാളെ അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. ഇയാളെ അല്ല, ഈ തടിയന്റെ തലവനാ തിരുമേനിയില്ലേ, ഒരു ജാതി ഇളിയും നോട്ടവും ആ താടിയും ശരിയല്ല. തിരുമേനി വിളിക്കണു, തിരുമേനി തീരുമാനിക്കണു, തിരുമേനി കൽപ്പിക്കണു, തിരുമേനി അങ്ങനെ പറയണോ, തിരുമേനി ഇങ്ങനെ പറയണു. ഇത്രയ്ക്ക് അങ്ങോട്ട് പൊക്കി പറയാൻ ആരാ ഇയാള്?